കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൃത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. സർവേയുടെ വിലയിരുത്തലുകൾ രാഷ്ട്രീയം അറിയാവുന്ന ആളുകളുടെ മനസ്സിൽ തോന്നുന്ന വ്യക്തമായ ധാരണ ഏറെക്കുറെ തന്നെയാണ് എന്ന് മനസ്സിലാകും. മാറ്റത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യം, ഓരോ മുന്നണിയോടും ജനങ്ങൾക്കുള്ള മനോഭാവം, മുന്നണിയിലെ നേതൃത്വം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ സർവേ കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നു. ആന്റി ഇൻകംബൻസി എന്ന ഭരണവിരുദ്ധ വികാരം ശക്തമായി സ്ത്രീകളിലുണ്ട് എന്ന വിവരമാണ് സ്വാഭാവികമായും ആ സർവേ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണത്തിനെതിരായ ശക്തമായ വികാരം സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സർക്കാർ ഗൗനിക്കാതെ ഇരിക്കുന്ന ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള പ്രതിഷേധം സ്ത്രീകളിൽ സ്വാധീനം ചെലുത്താതിരിക്കില്ല. LDFനെ ഞെട്ടിപ്പിക്കുന്ന മറ്റു വലിയ ഒരു വാർത്ത UDFന്റെ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോഴുള്ള LDFന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ 11 പോയിന്റ് മുകളിലാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ LDF ക്യാമ്പുകളെ ആശങ്കയിൽ ആക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ള ശൈലജ ടീച്ചർക്ക് പിണറായി വിജയനേക്കാൾ 5 പോയിന്റ് കൂടുതൽ ജനങ്ങൾ നൽകുന്നു എന്നുള്ളതും. ഇതൊരു സർവേ മാത്രമാണെങ്കിൽ കൂടി ഈ കാഴ്ചപ്പാടുകൾ സാധാരണ ജനങ്ങളുടെ കാഴ്ചപ്പാടുകളുമായി ഒത്തുപോകുന്നതാണ് എന്നുള്ള വിലയിരുത്തലുകളാണ് സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ളത്. പാർട്ടിയോടുള്ള വിശ്വാസ്യതയുടെ കാര്യത്തിൽ ആണെങ്കിൽ UDF LDFനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സർവേയുടെ കണ്ടെത്തൽ LDF ഏതാണ്ട് NDAയുടെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. 27.8% പോയിന്റുകളുള്ള LDFന് തൊട്ടു പുറകിലായി 23.1% പോയിന്റുകളുമായി NDA നിൽക്കുമ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സമയമായി എന്നുള്ളതും പരിഗണനാ വിഷയങ്ങളാണ്. ഇരു മുന്നണികൾ എന്നുള്ള അവസ്ഥയിൽ നിന്നും 3 മുന്നണികളിലേക്ക് കേരളം എത്തുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ പ്രവചനാതീതമായി മാറുകയാണ്. മാറി മാറി ഭരിക്കപ്പെടുന്ന കേരളത്തിലെ അവസ്ഥ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തുകൊണ്ടാണ് ഞങ്ങൾ സർവേ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഒരു വാർത്ത ചെയ്യുന്നത് എന്ന ചോദ്യം ഉയർന്നേക്കാം. പക്ഷേ ഈ അഭിപ്രായ സർവേ മാത്രമല്ല, സ്വാഭാവികമായി ജനങ്ങളോട് സംവദിക്കുമ്പോൾ ലഭിക്കാവുന്ന ഉത്തരം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് അത് UDF ആയിക്കൊള്ളട്ടെ LDF ആയിക്കൊള്ളട്ടെ വ്യക്തമായ ഒരു സന്ദേശം കൊടുക്കുവാൻ ഈ 2 മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, പ്രത്യേകിച്ച് UDFൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി പൊതുവേദിയിൽ പോലും കടിപിടി കൂടുന്ന നിലവാര താഴ്ചയിലേക്ക് പലപ്പോഴും ഈ നേതാക്കൾ എത്തിച്ചേരുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവ് അപ്പുറത്തുണ്ടെങ്കിലും ജനങ്ങൾ ശൈലജ ടീച്ചറെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് തൽക്കാലത്തേക്കെങ്കിലും പാർട്ടിയിൽ ആലോചന ഉണ്ടാക്കിയേക്കാം. ഇത്തരം കണ്ടെത്തലുകൾ ശരിയാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മളുടെ പ്രായോഗിക പരിജ്ഞാനത്തിൽ നിന്നും തന്നെയാണ്. നേതൃത്വം, സംഘടന, സർക്കാരിൻ്റെ പ്രവർത്തന രീതി തുടങ്ങിയ വിഷയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിയെങ്കിൽ അതിന് ഉത്തരവാദികൾ രാഷ്ട്രീയക്കാർ തന്നെയാണ്. മാറ്റം വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഏതിലേക്ക് എന്ന ചോദ്യം ഉയരുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ UDF എന്ന് പറയേണ്ട അവസ്ഥ വന്നതും പ്രവർത്തന ശൈലിയുടെ കുഴപ്പം ഒന്നുകൊണ്ട് മാത്രമാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രചോദനം നൽകുന്ന അഭിപ്രായ സർവേകൾ വരുമ്പോൾ ശക്തമായ ഒരു നേതൃനിരയെ മുന്നോട്ട് വയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം കാണിക്കുവാനുള്ള സമയം കൂടിയാണ് ഇത്. കേരള രാഷ്ട്രീയം ഒരു തുറന്ന സംവാദന രംഗമായി മാറുമ്പോൾ ചെറിയ വിഷയങ്ങളിൽ നിന്നും വിട്ടുമാറി ദേശീയ രാഷ്ട്രീയവും വികസനവും ചർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം.